ശ്രീ സുരേഷ് കുമാർ, ഇവിടിപ്പോ ഇതൊരു രാഷ്ട്രീയ രേഖയാണ് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വാഗ്വാദങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടായത് നമ്മൾ കണ്ടു. പക്ഷേ ഈ വൈറ്റ് പേപ്പറിൽ തന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നത് വിശദീകരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സീരിയസ് എവിഡൻസ് ബേസ്ഡ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ ഇൻഹെറിറ്റൻസ് ഓഫ് ദി ന്യൂ ഗവൺമെന്റ് എന്നതാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ് എവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങുന്നു എന്നതിന്റെ ഒരു രേഖ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിസൺ ഇൻഡക്ട്മെന്റ് അല്ല എന്നതും അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ വേണമോ? ഇവിടെ ഇപ്പോൾ 6000 കോടി ബാക്കിയുണ്ട് എന്നത് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് ധവളപത്രം വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേറ്റ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എത്തുമ്പോൾ അത് 2000 കോടിയായി കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതിനെ രാഷ്ട്രീയ വിവാദമാക്കേണ്ടതുണ്ടോ? രേണുക, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിലായിരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസും UDF-ഉം പ്രചരിപ്പിച്ചതല്ല വസ്തുതകൾ എന്നുള്ളത് അവർ പുറത്തിറക്കിയ ധവളപത്രത്തിലൂടെ തന്നെ പുറത്തു വരികയാണ്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം, 2011-ൽ UDF സർക്കാരും 2016-ൽ അധികാരമേറ്റ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ആ ധവളപത്രത്തിലൊക്കെ തന്നെ ഒരു സർക്കാർ ആധികാരികത ഉണ്ടായിരുന്നു. ഞാനിപ്പോ അത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ച ആളുകളെ സംബന്ധിച്ചൊന്നും അവരുടെ കഴിവുകളെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് കുറച്ചു തന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ ധനകാര്യ വകുപ്പ് പുറത്തിറക്കേണ്ടുന്ന ഒരു ധവളപത്രം പുറത്തിറക്കിയിട്ടുള്ളത് ഒരു സ്വകാര്യ ഏജൻസി പോലെയാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ ആക്ഷേപമാണ്. രണ്ടാമത്തെ ആക്ഷേപം, കേരളത്തിന്റെ ഖജനാവ് പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഖജനാവ് അതല്ല വസ്തുതയെന്ന് നമുക്കിപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള രേഖകളിലൂടെ തന്നെ ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അരണിനെ MLA പറഞ്ഞത് ജീവനക്കാരുടെ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടല്ല പുറത്തിറങ്ങി പോയത് എന്നാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ. UDF സർക്കാരുകൾ കേരളം ഭരിച്ചിരുന്ന സന്ദർഭങ്ങളിൽ അവസാന നാളുകളിൽ എല്ലാ ആനുകൂല്യങ്ങളും പൂർണ്ണമായി കൊടുത്തിട്ടാണോ പുറത്തു പോയിട്ടുള്ളത്? അപ്പൊ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ വെറുതെ അനാവശ്യമായിട്ടുള്ള വാചക കസർത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് തെറ്റല്ലേ? ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് കിട്ടേണ്ടുന്ന യഥാർത്ഥ വിഹിതം, ആ വിഹിതത്തെ സംബന്ധിച്ച് ഒരു വരി പോലും ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. നികുതി വിഹിതത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാമർശം നമ്മുടെ വരുമാനം അസസ് ചെയ്യുന്ന സ്ഥലത്ത് അത് കൃത്യമായി ആ പോയിന്റ് ഉണ്ടാകേണ്ടതാണ്. അവിടെ എന്താണ്, കേന്ദ്രവുമായി ഞങ്ങൾ ഒരു ബലാബലത്തിലില്ല എന്ന അങ്ങേയറ്റത്തെ ക്ഷമാപണത്തോട് കൂടിയിട്ടുള്ള മുന്നറിയിപ്പ് കേന്ദ്രത്തിന് നൽകി മുന്നോട്ട് പോവുകയാണ്. അതാണ് UDF സർക്കാരിന്റെ ഇന്നത്തെ നയം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, KSRTC വൻ നഷ്ടത്തിലാണ് എന്ന് ഇതിനകത്ത് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ചൂണ്ടിക്കാണിച്ചത് അതാണ്. അവിടെയാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രസക്തി. അതിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും സൗജന്യമായി ബസ് യാത്ര വെച്ചിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് കേരളത്തിൽ വിലപ്പോകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്? ഏറ്റവും നഷ്ടത്തിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഏറ്റവും ആദായകരമായ സൗജന്യം നൽകുമെന്ന് പറഞ്ഞ് അധികാരം ഏറ്റെടുത്ത ആളുകൾ ധവളപത്രത്തിലൂടെ അത് നടക്കില്ല എന്ന ഒരു നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ശ്രീ സുരേഷ് കുമാർ, നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതാണ് കേരളത്തിന്റെ ചിത്രം എന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 15-ാം തീയതി മുതൽ നിലവിൽ വരും എന്ന് പറയുന്ന പദ്ധതി നടക്കില്ല എന്ന് നമ്മൾ ഇപ്പോൾ പറയേണ്ടുന്ന കാര്യമില്ല. 15-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യം ഇതാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, മുൻ സർക്കാരും കേരളം കടത്തിലാണ് എന്ന് കരുതി വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ മാറ്റിവെച്ചിട്ടല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിലവിലെ സർക്കാരിനും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ല. ഞാൻ പറഞ്ഞത്, ഈ ഒരു വൈരുദ്ധ്യം കേരളത്തിലെ KSRTCയെ സംബന്ധിച്ച് 25 വർഷമായി ജനപ്രതിനിധിയായിരിക്കുന്ന, ആ നിയമസഭയ്ക്കകത്തിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ സ്പീക്കറായിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അതുപോലെ തന്നെ UDF-ന്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർക്കോ അറിഞ്ഞുകൂടാത്തതല്ല. അപ്പോൾ എന്താണ് ഇവർ ചെയ്തത്? ഇവർ KSRTCയുടെ നിലവിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി അറിയാവുന്ന ആളുകൾ ഈ കേരളത്തിൽ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത് ഒരു പൊള്ളത്തരമാണ്. അതുകൊണ്ടാണ് ആ വൈരുദ്ധ്യം ഇന്ന് മുഴച്ചു നിൽക്കുന്നത് എന്നത് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ പന്യന്തരേണ നിയമന നിരോധനം കേരളത്തിൽ നടപ്പിലാക്കും എന്നുള്ള ഒരു സംഗതിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇൻഡയറക്ട് ഡിക്ലറേഷൻ അതിനകത്തുണ്ട്. ഇങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ല, നിയമന നിരോധനം നമുക്ക് നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്നത്,
പെൻഷൻ എന്നിവ പ്രത്യുൽപാദനപരമല്ല എന്ന് നേരത്തെ തന്നെ UDF കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഇന്ന് അടിവരയിട്ട് വീണ്ടും പ്രതിപാദിച്ചിരിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ എക്സ്പെൻഡിച്ചർ 77% എന്നത് അത് അധികമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ധ്വനി വരത്തക്ക വിധത്തിലുള്ള പരാമർശം ഈ ധവളപത്രത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. രണ്ട് കാര്യങ്ങൾ കൂടെ. ഒന്ന്, കിഫ്ബിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ. കിഫ്ബിയിൽ ഊറ്റം കൊണ്ടത്, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, കിഫ്ബിയിൽ ഊറ്റം കൊണ്ടത് കേരളത്തിലെ 99 ഇടതുപക്ഷ MLA മാർ മാത്രമല്ല, 41 UDF MLA മാരും തുടക്കം മുതലേ ഇന്ന പദ്ധതി കിഫ്ബി മുഖാന്തരം ഞങ്ങൾ നടപ്പിലാക്കിയതാണ് എന്ന് നാട് നിങ്ങളെ ഫ്ലക്സ് ബോർഡ് വെച്ചവരാണ്. അവരാണെന്ന് യാതൊരുവിധ മറയുമില്ലാതെ നാണവുമില്ലാതെ കിഫ്ബിയെ തള്ളിപ്പറയാൻ വേണ്ടി ഇപ്പോ ഈ ധവളപത്രത്തിലടക്കം സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെയാണോ ചെയ്തേണ്ടത്? കിഫ്ബിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ചൂണ്ടിക്കാണിക്കാനാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ശരി, കേരളത്തിൽ നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ, അത് പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ പൊതുവായി നിലനിൽക്കുന്ന കാര്യങ്ങൾ ഇനി തുടർന്നങ്ങോട്ട് നടപ്പിലാക്കുന്നതിന് വൈമനസ്യമുണ്ട്, അല്ലെങ്കിൽ വിഷമതകൾ നേരിടും എന്ന വലതുപക്ഷ നയം ഈ ധവളപത്രത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ് നടത്തിയിരിക്കുന്നത്. അതാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം അതങ്ങനെയല്ല, നിങ്ങൾ നടപ്പിലാക്കുന്ന വികലമായ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ധവളപത്രത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ആ ഏജൻസിക്കകത്തുള്ള പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ച്, അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും കേരളത്തിലെ പ്രതിപക്ഷം, നിലവിലുള്ള പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇത് പുറത്തിറക്കേണ്ടത് കേരളത്തിൽ ആധികാരികമായി സർക്കാർ ഓർഗനൈസേഷനാണ്, കേരളത്തിന്റെ ധനകാര്യ വകുപ്പാണ്. ആ കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വകാര്യമായി കൈകാര്യം ചെയ്യേണ്ടത്. ശരി, എന്തായാലും അതിന് സഭയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 102 സീറ്റിന്റെ പിൻബലത്തിൽ തങ്ങൾക്ക് കിട്ടിയ അധികാരം യഥേഷ്ടം പോലെ എന്ത് പൊരുത്തക്കേടും കാണിച്ചു കൂട്ടാനുള്ളതല്ല എന്ന മറുപടിയും ശരി, അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാം. ഇപ്പോൾ നമുക്കൊപ്പം അഡ്വക്കേറ്റ് ജയസൂര്യൻ കൂടി ചേരുകയാണ്, BJP പ്രതിനിധി. ശ്രീ ജയസൂര്യൻ, ഇവിടെ ഇപ്പോ കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നത് പുതിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമ്മൾ നിരന്തരം അത് ചർച്ച ചെയ്യുകയാണ്. ഓരോ ബജറ്റിന്റെ ദിവസങ്ങളിലും നമ്മൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് KN ബാലഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം കുറയുന്നു എന്നതിൽ ഈ ധവളപത്രം ഊന്നുന്നില്ല എന്ന കാര്യമാണ് ചോദിച്ചത്. അവിടെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നൊരു വിമർശനം പ്രധാനമായും മുൻ സർക്കാരിന്റെ ഭാഗമായിരുന്നവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നു, ആദ്യം ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഏതാണ്ട് 3.82% കേരളത്തിന്റെ വിഹിതം. അത് ഈ സർക്കാർ ആദ്യം വരുമ്പോൾ, അതിനുശേഷം അത് ഇപ്പോൾ ഏതാണ്ട് 2.8% കുറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ഒരു തവണ 1.92% കുറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കേന്ദ്രം ഇങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ പലതരത്തിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന പല ഗ്രാന്റുകൾ ഉൾപ്പെടെ ഓരോ നിബന്ധനകൾ പറഞ്ഞ് തരാതിരിക്കുമ്പോൾ കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.